ഹായ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും നുണ പറയുന്ന ഒരാളാണോ? എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, പക്ഷേ ചിലരൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരും എന്ത് പറഞ്ഞാലും ഞാൻ ഒപ്പം തന്നെ വിശ്വസിക്കും. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നീടാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. മറ്റുള്ളവർ എല്ലാവരും സത്യസന്ധരൊന്നും അല്ല. പലരും നമ്മളെല്ലാവരും നുണ പറയുന്നുണ്ട്, പക്ഷെ എല്ലാവരും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി അല്ലാട്ടാ നുണ പറയുന്നത്. നമ്മളും ചില സമയത്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ നുണകൾ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനോ അല്ലെങ്കിൽ ഒരു പേടിയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അപ്പോഴത്തൊരു നമ്മൾക്കൊരു എന്തെങ്കിലും ഒരു അധികാരമോ അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നുണ പറയല്ലേ. പക്ഷെ പിന്നീട് നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് അതിൻ്റെ പേരിൽ ഒരു കുറ്റബോധം ഉണ്ടായിരിക്കും, ഒരു ആൻസൈറ്റി ഉണ്ടായിരിക്കും. എന്താ സംഭവിക്കുക. പിന്നെ നമ്മൾ ആ നേടിയ വിജയത്തിൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ നുണ പറഞ്ഞ് നേടിയ വിജയമാണ് അല്ലേ, അല്ലെങ്കിൽ നുണ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് അത്രത്തോളം വില കൊടുക്കാനേ നമുക്ക് കൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റൊരാളെ ദ്രോഹിക്കാത്ത നുണകളല്ലേ, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു കുസൃതിയൊക്കെ പോലെയൊക്കെ നമുക്ക് പറയാം, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ മറ്റൊരാൾക്ക് അത് ഹേർട്ടാവുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിട്ടും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ നുണ പറയാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്ത് പറയുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ അത് അവരറിയും അല്ലേ. ഈ പറയുന്ന നുണകളൊക്കെ അവരറിയും എന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നുണ പറയാനും പറ്റില്ല, അങ്ങനെ ചിന്തിക്കും. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുള്ളത്, എപ്പോഴും നുണ പറഞ്ഞ് എന്താവുമെന്നറിയോ, അവരുടെ ലൈഫിൽ അവർ സത്യം പറയാനേ മറന്നു പോകും. ചെറിയ കാര്യങ്ങൾക്ക് പോലും, അതായത് ഇപ്പം സത്യം പറഞ്ഞാലും ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു കാര്യത്തിൽ പോലും അവർ നുണ പറയും. കാരണം എന്താണ്? അവരതൊരു ഹാബിറ്റായി മാറി. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്ത് കാര്യം എന്താണ്, നമ്മുടെ അതൊരു ശീലമായിട്ട് പിന്നീട് മാറുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ ഒരു കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരമായി മാറുകയും അതൊരു ചീട്ടുകൊട്ടാരം പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നുണ പറയുന്ന ആളുകളെ നമ്മൾ ആരും ട്രസ്റ്റ് ചെയ്യില്ല അല്ലേ. കാരണം എന്താണ്? നമ്മളെ ട്രസ്റ്റ് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു എന്നൊക്കെ സംബന്ധിച്ച് ഞാൻ ഒരു പ്രാവശ്യം എന്നല്ല, ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരാളെ വിശ്വസിക്കും. അത് കഴിഞ്ഞിട്ടും പിന്നെ അവരെന്നെ ചതിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ അത്തരത്തിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരാളെ ഒരു പ്രാവശ്യം വിശ്വസിച്ച് 2 പ്രാവശ്യം വിശ്വസിച്ച്, പക്ഷെ അവർ എപ്പോഴും ആ ഒരു ചതി അല്ലെങ്കിൽ ആ ഒരു നുണ കൊണ്ടാണ് ഈ ഒരു ചീട്ട് കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതെല്ലാതും അടിയത്തെ ചീട്ടെടുക്കുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ പോലെ നമ്മുടെ ലൈഫ് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നമ്മൾ നുണ കൊണ്ട് അധികം സാമ്രാജ്യമൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ തെറ്റും കുറ്റമൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ പാസ്റ്റായിട്ട് കണ്ടിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ അടിപൊളിയാക്കുക, പ്രസൻ്റ്ലി നല്ല രീതിയിൽ ജീവിക്കുക. എല്ലാവർക്കും ഈ ഒരു കാര്യം നമ്മുടെ സക്സസ്സിന് ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.